വെൽക്കം ടു റെഡ് ഫിലിംസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ബ്രെഡ് കുനാഫയാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഓവനൊന്നും ഇല്ലാതെ നമ്മൾ നോൺ സ്റ്റിക്ക് പാനിലാണ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്. ബ്രെഡ് കുനാഫ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനകത്ത് ഫില്ല് ചെയ്യാനുള്ള ക്രീം റെഡിയാക്കണം. അതിനായിട്ട് 2 കപ്പ് പാല്, ഇതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലോർ ചേർക്കാം, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇതിലേക്ക് 1/2 കപ്പ് പാൽപ്പൊടി ചേർക്കാം. ഫ്രഷ് ക്രീമിന് പകരമായിട്ടാണ് പാൽപ്പൊടി ചേർക്കുന്നത്. ഫ്രഷ് ക്രീം അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. അത് പക്ഷേ പാല് തിക്കായി വന്നതിന് ശേഷമേ ചേർക്കാവുള്ളൂ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. കോൺഫ്ലോറും പാൽപ്പൊടിയും എല്ലാം പാലിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് റോസ് എസൻസ് ആണ്. എസൻസ് അവസാനം ചേർത്താൽ മതി. കോൺഫ്ലോർ ആഡ് ചെയ്തുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം. ഇപ്പോൾ ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് റോസ് എസൻസ്, ഇത് നന്നായി തണുത്ത ശേഷം വേണം ഫില്ല് ചെയ്യാൻ എടുക്കാനായിട്ട്. ബ്രെഡ് പൊടിക്കാനായിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങളാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. കുറേശ്ശെ ഇട്ടിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. ആവശ്യത്തിനുള്ള ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഉരുക്കി വെച്ചിട്ടുള്ള ബട്ടർ, ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമുക്ക് 2 വിധത്തിൽ ചെയ്യാൻ പറ്റും. ഒന്ന് ബേക്ക് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പാനിൽ ചെയ്യാം. ഇതിനെ 2 ആക്കിയിട്ട് ഭാഗിക്കാം. ഇത് ഓരോന്നും കൊണ്ടും നമുക്ക് ചപ്പാത്തിയുടെ അത്രയും വലുപ്പത്തിൽ, അതിനേക്കാളും കുറച്ചുകൂടെ കനത്തിൽ പരത്തിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കേക്ക് ടീനാണ് എടുത്തിട്ടുള്ളത്. അടിഭാഗം എടുത്തു വെച്ചതാണ്. സൈസ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ബേക്ക് ടീൻ എടുത്തിട്ടുള്ളത്. ഇത് വേണമെന്നില്ല, നമുക്കൊരു ആവറേജ് സൈസ് പിടിച്ചാലും മതി. ഇപ്പോൾ സ്റ്റവ് ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. നന്നായി പ്രസ് ചെയ്യണം, എങ്കിലേ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റിയിടാൻ കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഒരേ ലെവലിൽ നല്ല കൃത്യമായിട്ട് പരത്തിയിട്ടുണ്ട്. ഇനി പതുക്കെ ഇതിങ്ങ് എടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം കൊടുക്കാം. സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇത് ലോ ഫ്ലെയിമിൽ വേണം നമുക്ക് കുക്ക് ചെയ്യാനായിട്ട്. കുറച്ച് സമയം കുക്ക് ചെയ്യുമ്പോൾ തന്നെ ആയി കിട്ടും. അന്നേരം നമുക്കിത് പൊടിഞ്ഞു പോകാതെ എടുക്കാനും കിട്ടും. ഇപ്പോൾ ഒരു ഭാഗം നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പ്ലേറ്റിലാണ് കുനാഫ സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിലേക്ക് പതുക്കെ അങ്ങ് മാറ്റി കൊടുക്കാം. ഇനി ഇതും ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. ഇതും റെഡി ആയിട്ടുണ്ട്. കുറച്ച് സമയം, ഒരു 1-2 മിനിറ്റ് നേരം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം വെച്ചിരുന്നാൽ ബ്രെഡിൻ്റെ അടിഭാഗം ഒന്നും കൂടെ ഒന്ന് ക്രിസ്പിയായി ഒന്നും കൂടെ ഒരു ഉറപ്പ് വരും. അപ്പോൾ നമുക്ക് പ്ലേറ്റിലേക്ക് ഇൻവേർട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ആ സമയം കൊണ്ട് ഇതിന് മേലേക്ക് ക്രീമും പിസ്റ്റ ക്രഷ് ചെയ്തതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ക്രീം ഒന്ന് തണുത്തതുകൊണ്ട് തന്നെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ക്രീം കൊണ്ട് ഇതുപോലത്തെ 2 കുനാഫ ചെയ്യാൻ പറ്റും. ഇതിന് മേലെയായിട്ട് പിസ്ത ക്രഷ് ചെയ്തത്, പിസ്ത തന്നെ വേണമെന്നില്ല, നമ്മൾ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈ ബ്രെഡ് ഇതിലേക്ക് പതുക്കെ അങ്ങ് മറിച്ചിടാം. നല്ല പാകത്തിനാണ് മുരിഞ്ഞു വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള കളറിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത്
ഇതിന് മേലേക്ക് ഇങ്ങ് സ്ലൈഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഷുഗർ സിറപ്പാണ്. 1/2 കപ്പ് പഞ്ചസാരയിൽ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ടാക്കിയിട്ടുള്ള സിറപ്പാണ്. ഇത് ഒഴിച്ചു കൊടുക്കാം. ബ്രെഡിലൊട്ടും പഞ്ചസാര ആഡ് ചെയ്തിട്ടില്ല. ക്രീമിനകത്ത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സിറപ്പ് ഒരുപാട് അധികമാവില്ല. പിന്നെ എന്തായാലും ഒഴിക്കുമ്പോൾ നമ്മൾ ആരോഗ്യം കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്. ഇതിൻ്റെ മേലെ കുറച്ച് പിസ്തയും കൂടെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. അപ്പം ബ്രെഡ് കുനാഫയുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇനിയും നല്ല നല്ല വീഡിയോസിനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.